മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനോടൊപ്പം മന്ത്രിസ്ഥാനത്തിനുള്ള ചരടുവലികളുമായി കോൺഗ്രസിലെയും മുന്നണിയിലെയും മറ്റു പാർട്ടികളിലെയും എംഎൽഎമാരും സജീവമാവുകയാണ്. 21 അംഗ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഇത്തവണയും 5 മന്ത്രിമാർ ഉണ്ടായേക്കും. 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. ഒരു മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരുമെന്ന കണക്കായിരുന്നു അവസാന ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ എണ്ണം. ഇതിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ എണ്ണം ഇത്തവണയും 11 ആകാനാണ് സാധ്യത. മുതിർന്ന നേതാക്കളായ കെ മുരളീധരൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്ക് പുറമെ യുവ MLA മാരായ M വിൻസെന്റ്, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, റോജിയം ജോൺ, ചാണ്ടി ഉമ്മൻ, മാത്യു കുടൽനാടൻ, VT ബൽറാം, TJ വിനോദ്, TO മോഹനൻ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്. വനിതാ MLA മാരായ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളും പരിഗണിച്ചേക്കും. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും കോട്ടയത്തു നിന്ന് എത്ര മന്ത്രിമാരുണ്ടെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ് പാർട്ടി സമർത്ഥമായി നിന്നു, കോൺഗ്രസിനെ വിജയിപ്പിച്ചു. ബാക്കിയുള്ളതൊക്കെ പാർട്ടി മുന്നണിയൊക്കെ തീരുമാനിക്കും. താങ്കളെ അങ്ങനെ പരിഗണിച്ചാൽ സന്തോഷമായിരിക്കും. ഇല്ല, ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നവരുടെ പേരുകൾ മുസ്ലിം ലീഗും കണക്കുകൂട്ടി കഴിഞ്ഞു. ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെങ്കിലും 5 മന്ത്രിമാർ വേണമെന്ന നിലപാടിൽ നിന്ന് ലീഗ് പിന്നോട്ട് പോകില്ല. 8-ൽ 7 സീറ്റ് വിജയിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിമാരെ ആവശ്യപ്പെട്ടേക്കും. ഒരു മന്ത്രിസ്ഥാനത്തിന് പുറമെ ചീഫ് വിപ്പ് പദവി കൂടി നൽകാനാകുമെന്നായിരിക്കും കോൺഗ്രസിന്റെ മറുപടി. മോൻസ് ജോസഫ്, അപ്പു ജോൺ ജോസഫ്, തോമസ് ഉണ്ണിയാടൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. RSP മന്ത്രിയായി ഷിബു ബേബി ജോണും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് അനൂപ് ജേക്കബും മന്ത്രിസ്ഥാനത്തേക്കെത്തും. മാണി കാപ്പനും CP ജോണും KK രമയും മന്ത്രിപദവിയിലേക്ക് എത്തിയേക്കും. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിച്ചാൽ ഉടൻ തന്നെ മന്ത്രിമാരുടെ പേരുകളിലും അന്തിമ രൂപമാകും. മതജാതി സമവാക്യങ്ങൾ പരിഗണിച്ച് തന്നെയാകും കോൺഗ്രസ് മന്ത്രിമാരുടെ അവസാന പട്ടിക തയ്യാറാവുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.